എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോടെ വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVD-യിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ആരോടാ നീ സംസാരിക്കുന്ന അറിയാമോ? എന്റെ തനി സ്വഭാവം നിനക്കൊന്നും അറിയില്ല. എന്നോട് കളിച്ചാൽ നിന്നെയൊക്കെ തെറ്റടിച്ച് കാലത്തെ ഇത് ഞാൻ തകർക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും MVD-യോട് പറയാനുള്ളത്, ഇത് വല്ലാത്ത മെനക്കേടാണ് സർ. ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട. ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും ഇതൊക്കെ മനുഷ്യന്മാര് കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ? ഇത് ഞാൻ ചുമ്മാ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് നിർത്തി ഇത് ഓടിക്കളയുന്നത് അല്ലെ? കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. എന്റെ പൊന്നെ, അടിച്ചമർത്തപ്പെട്ടവന്റെ സമരമാണ് മോലാളി ഇത്. നമ്മളുണ്ട് കൂടെ. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. അത് ശരിയാ, അത് ശരിയാ. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ട് പ്രൈവസി പ്രശ്നമുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ മതി ഗോപാലകൃഷ്ണ, മതി. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാ. അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോട്ടിലെന്ത് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത്. അവർക്കതൊക്കെ ഒരു തമാശയാ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് അത്രയ്ക്ക് നല്ല വകുപ്പാ. വെഹിക്കിൾസ് അല്ല, വഹിക്കിൾസാ. അതിവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ? സാറേ, ഇത്രയും ആക്രാന്തം പാടില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ തിന്നണം എന്നുള്ള ചിന്ത ശരിയല്ല. എന്തിനും ഒരു ന്യായം വേണമല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.